എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ചെറിയ വലിയ കാര്യങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നത്. അത് പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞുതരാം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ദുഃഖങ്ങളുണ്ടാകുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഓരോരുത്തരും പറയാൻ പല രീതിയിലുള്ള ദുഃഖങ്ങളാണ് ഓരോരുത്തരും അനുഭവിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണ്? നമ്മുടെ ദുഃഖങ്ങൾക്കെല്ലാം കാരണം നമ്മുടെ ആഗ്രഹങ്ങളാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തീവ്രമായി ആഗ്രഹിച്ചു കഴിഞ്ഞ് അത് നമുക്ക് കിട്ടാതെ വരുമ്പോഴാണ് നമുക്ക് നിരാശയുണ്ടാകുന്നത്. ആ നിരാശയിൽ നിന്നാണ് നമുക്ക് ദുഃഖം ഉണ്ടാകുന്നത്. ആ ദുഃഖത്തിൽ നിന്നാണ് നമ്മൾ പ്രകോപിതരാകുന്നത്. നമ്മളല്ലാതായി മാറുന്നത്. അങ്ങനെയാണ്. അപ്പം നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? നമുക്ക് എന്ത് നന്മ കിട്ടിയാലും എന്ത് ദോഷമായിട്ട് വന്നാലും അത് രണ്ടും ഒരേ മനോഭാവത്തോടെ കാണാനുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് പെട്ടെന്നൊന്നും കിട്ടുന്ന ഒരു കാര്യമല്ല. അത് നമ്മൾ നിത്യമായിട്ടുള്ള പരിശ്രമം കൊണ്ട് മാത്രമേ കിട്ടുള്ളൂ. നമുക്ക് എന്ത് കിട്ടിയാലും അത് നമ്മുടെ ഭൂമിയിൽ നമ്മൾ വന്നിരിക്കുന്നത് തന്നെ നമ്മൾ കുറച്ച് കാലത്തേക്ക് നമ്മളെ ഒരു അതിഥിയായിട്ട് ഈ ഭൂമി വന്നിരിക്കുന്നത്. നമുക്കപ്പോൾ അവിടെ കിട്ടുന്ന എന്താണോ അത് നല്ലതായാലും ചീത്തയായാലും അത് സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ളൊരു മനസ്സിനെ ആർജിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊന്നിനോടും ഒരു വിഷമം തോന്നുകയില്ല. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ആരുമായിട്ട് വലിയ അറ്റാച്ചായിരിക്കരുത്. നമ്മളൊരു അകലം പാലിച്ചുകൊണ്ട് മാത്രമേ എല്ലാവരിലും ഒരു എന്താ പറയുക, കൂടുതൽ നമ്മൾ എന്തിലേക്കല്ലോ അങ്ങ് ഒട്ടിക്കഴിയുമ്പോഴാണ് നമുക്ക് കൂടുതൽ വിഷമങ്ങളുണ്ടാകുന്നത്. അപ്പം നമ്മൾ ഒരു കാര്യം തീവ്രമായിട്ട് ആഗ്രഹിക്കാതിരിക്കുക, ആരിലേക്കും കൂടുതലായിട്ട് തീവ്രമായിട്ട് അടുക്കാതിരിക്കുക. അങ്ങനെയൊക്കെ ഉള്ളപ്പോഴത്തേനും നമുക്ക് ഒരുപാട് കാര്യങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കും നമ്മൾക്ക് എല്ലാവരെക്കുറിച്ച് എല്ലാം അറിയാം എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടായിരിക്കും. നമ്മുടെ ഹസ്ബൻഡിനെ കുറിച്ച് അല്ലെങ്കിൽ മക്കളെക്കുറിച്ച് അല്ലെങ്കിൽ മാതാപിതാക്കളെക്കുറിച്ച് എല്ലാം നമ്മൾ വിചാരിക്കുന്നത് എന്താ, അവരെക്കുറിച്ചെല്ലാം നമുക്ക് പൂർണ്ണമായിട്ട് അറിയാമെന്ന്. പക്ഷേ ഒരിക്കലും ആർക്കും ആരെക്കുറിച്ചും പൂർണ്ണമായിട്ട് അറിയാൻ പറ്റത്തില്ല. നമ്മൾ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുക. നമ്മളെക്കുറിച്ച് പൂർണ്ണമായിട്ട് ആർക്കെങ്കിലും അറിയാം, നമുക്കല്ലാതെ മറ്റാർക്കും നമ്മളെക്കുറിച്ച് പൂർണ്ണമായിട്ട് അറിയത്തില്ല. എല്ലാവർക്കും കുറച്ച് കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് അറിയാം, പക്ഷേ പൂർണ്ണമായിട്ട് ആർക്കും നമ്മളെ വിട്ടുകൊടുക്കാറില്ല. അതാണ് അതിൻ്റെ ഒരു സത്യം. അതുപോലെ തന്നെ നമ്മളിൽ അഹങ്കാരം, നമ്മൾ ആരെങ്കിലും കണ്ടാൽ പറയും, ഓ അവർക്കെന്തൊരു അഹങ്കാരമാണ്, നമ്മൾ ആദ്യം പറയുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട, നമ്മളിൽ അഹങ്കാരം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. എന്നിട്ട് വേണം നമ്മൾ മറ്റുള്ളവർക്ക് അഹങ്കാരം ഉണ്ടോ എന്ന് ചിന്തിക്കുക. അഹങ്കാരം ഉണ്ടോ എന്ന് എങ്ങനെ അറിയുന്നതെന്നറിയുമോ? നമ്മൾ സന്തോഷമായിട്ടാണ്, നമ്മളെപ്പോഴും ഹാപ്പിയാണോ എങ്കിൽ നമുക്കൊരു അഹങ്കാരമില്ല. അതേസമയം നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ കുറ്റങ്ങളും തേടി കുറവുകളും കണ്ടുപിടിച്ച് നമ്മുടെ മനസ്സിനെ ഡിസ്റ്റർബ്ഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളിലുള്ള അഹങ്കാരമാണത്. കാരണം ഒരു കാര്യം, എന്തൊരു കാര്യമാണെങ്കിലും നമുക്ക് ഒരു കയ്യിൽ നമുക്ക് ഒരാൾ പാൽപ്പായസം തരുന്നു, മറു കയ്യിൽ നമുക്ക് പാവയ്ക്കാടെ ജ്യൂസ് തരുന്നു. ഇത് രണ്ടും നമ്മൾ വാങ്ങിക്കുന്നു. നമ്മുടെ കിട്ടുന്ന ഈ പാൽപ്പായസം നമ്മൾ അപ്പോഴേ കുടിക്കുന്നു, കാരണം അതിന് നല്ല ടേസ്റ്റാണ്. പാവയ്ക്കാന്നില്ല ഇങ്ങനെ വെച്ച് നമ്മുടെ മുഖം അങ്ങ് ചുളുങ്ങുന്നു. അപ്പം പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിനെ നമ്മളങ്ങ് തിരസ്കരിക്കാൻ നോക്കും. എങ്ങനെയാണ് ഇത് ഒഴിച്ച് കളയാൻ, ഇത് വേണ്ട നിങ്ങൾക്ക്. പക്ഷേ അതല്ല ചെയ്യേണ്ടത്. ഈ പാൽപ്പായസവും പാവയ്ക്കാ നീരും പോലാണ് നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ അനുഭവങ്ങളും. നമ്മൾ രണ്ടിനെയും ഒരേ മനോഭാവത്തോടെ സ്വീകരിക്കാൻ പഠിക്കണം. കാരണം അതിൻ്റെ രണ്ടിൻ്റെ ഗുണങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഈ നല്ല മധുരത്തോടെ നമ്മൾ കഴിക്കുന്ന ഈ പാൽപ്പായസത്തിന് ഒരുപാട് ദോഷവശങ്ങളുണ്ട്. കാരണം അതിനകത്ത് നെയ്യുണ്ട്, പാലുണ്ട്, ഒരുപാട് കണ്ടൻറ്റ് അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. കാരണം അതെല്ലാം നമ്മുടെ ശരീരത്തിന് ദോഷമാണ്, ഷുഗർ ഉൾപ്പെടെയുള്ള. അതേസമയം ഈ പാവയ്ക്കാന്നതിനകത്ത് ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പുറമേ അതിന് സ്വാദ് കുറവാണെങ്കിലും അതിനകത്ത് ഒരുപാട് നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? നമ്മൾ ഈ പാൽപ്പായസം പോലെയാണ് നമ്മുടെ അനുഭവങ്ങളെ നമ്മൾ കാണുന്നത്. നമ്മളെക്കുറിച്ച് ആരെങ്കിലും മോശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പാവയ്ക്കാന്നീരിനെ പോലെയാണ്, നമുക്ക് പിന്നെ ദേഷ്യമാണ്. അപ്പം നമ്മൾ ഇതിനെ രണ്ടും ഒരേപോലെ മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുള്ളൂ. ഒരു ചെറിയ കാര്യമാണത്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മളിപ്പം ഈ ഭൂമിയിലേക്ക് വരുന്ന ഒരു അതിഥികളായിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പം എന്തൊരു അന്യായം കണ്ടാൽ, നമ്മളിപ്പം നമ്മുടെ നേരെ അല്ലെങ്കിൽ പോലും മറ്റൊരിടത്ത് നമ്മൾ അന്യായം കണ്ടാൽ അതിനെ മനസ്സുകൊണ്ടെങ്കിലും നമ്മളൊന്ന് എതിർക്കാനുള്ള ഒരു ആർജവം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അല്ലാതെ ആ ഒരു തെറ്റ് ചെയ്യുന്ന ആളുടെ കൂടെ കൂടി നിന്ന് ആ തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നത്, തെറ്റ് ചെയ്യുന്നത് ഒരുപോലാണ്.
ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ ആത്മാർത്ഥത കാണിക്കുക. ഒരിക്കലും നമ്മൾ അതിൽ നിന്ന് നമുക്കൊരു ഫലം കിട്ടണം, അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നതിൽ നിന്ന് നമുക്ക് തിരിച്ച് കിട്ടണം എന്ന് നമ്മൾ ചിന്തിക്കുകയേ ചെയ്യരുത്. നമ്മളിപ്പോൾ എല്ലാവരും മക്കളെ വളർത്തി നമ്മൾ നല്ല രീതിയിൽ അവരെ കൊണ്ടുവരുന്ന നാളെ അവരെക്കുറിച്ച് നമുക്ക് അഭിമാനിക്കണം, അല്ലെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് നല്ല ഗുണങ്ങളുണ്ടാകണം. അതാണ് എല്ലാ മാതാപിതാക്കളുടെ ആഗ്രഹം. പക്ഷേ നമ്മൾ അതല്ല ചെയ്യേണ്ടത്. നമ്മൾക്ക് വളർത്താൻ ദൈവം തന്നിരിക്കുന്നതാണ്. ഇവരെ നമ്മുടെ കർത്തവ്യമാണത്. അവരെ വളർത്തി നല്ല രീതിയിൽ വളർത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദമുണ്ട്. അതാണ് ആ സമയം നമ്മൾ ആനന്ദിക്കേണ്ടത്. നാളെ അവർ നമുക്ക് എന്തു തരും, അല്ലെ അവർ തന്നില്ല അതോർത്ത് നമ്മൾ വിഷമിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മുടെ കർമ്മം എന്ന് പറയുന്നത് നമ്മൾ അവരെ വളർത്തി വിടുക എന്നുള്ളതാണ്. ഏതൊരു ജോലിയും അങ്ങനെയാണ്. നമ്മളൊരു കൃഷി ഇറക്കുവാണെങ്കിൽ തന്നെ ആ കൃഷി ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ കർമ്മം. അതിൻ്റെ ഫലം തരുന്നത് ഒരിക്കലും നമ്മളല്ല. നമുക്കതിൻ്റെ ഫലം കിട്ടണമെന്ന് പറഞ്ഞാൽ അതിന് പ്രകൃതി കനിയണം, അതുപോലെ വെയിലും ചൂടും മഴയും എല്ലാം അതിന് കിട്ടണം. ഇതൊന്നും നമ്മുടെ കയ്യിലല്ല. അതൊക്കെ തരുന്നത് എവിടുന്നാണ്? അതൊരു പ്രകൃതി ശക്തിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്ക് നമുക്ക് പ്രതിഫലം കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിച്ചൊന്നും ചെയ്യരുത്. ചെയ്യുന്ന കാര്യത്തിൽ ആത്മാർത്ഥത ഉണ്ടായിരിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഇപ്പോഴാണ് ഞാനൊരു ചെറിയൊരു കഥ ഓർക്കുന്നത്. ഒരു കമ്പനി, അവിടെ കമ്പനി നഷ്ടത്തിലേക്ക് വന്ന് ആ കമ്പനി പൊളിഞ്ഞു പോയി. അപ്പോൾ അത് വേറൊരു മാനേജ്മെൻറ്റ് വന്ന് ആ കമ്പനി ഏറ്റെടുത്ത് കഴിയുമ്പോൾ അവിടുത്തെ ജോലിക്കാരെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടിലായി. അവരതുകൊണ്ട് മാത്രം ജീവിക്കുന്നവരാണ്. അവരുടെ വരുമാന മാർഗ്ഗം അതാണ്. അപ്പോൾ ഈ കമ്പനി പുതിയ ആൾക്കാർ ഏറ്റെടുത്തപ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഇനിയിപ്പോൾ ജോലി ആയില്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അപ്പോഴത്തേന് ഈ പുതിയ മാനേജ്മെൻറ്റ് വന്നിട്ട് ആദ്യമേ ഒരു നോട്ടീസ് ഇടുവാണ്, ഈ കമ്പനിയുടെ പുരോഗതിക്ക് തടസ്സം നിന്ന വ്യക്തി മരിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതാരാണ്, ഈ കമ്പനിക്ക് ഇങ്ങനെ തടസ്സം നിന്ന് ആരാണ് മരിച്ചത്? അപ്പോൾ ഇത്രയും വർഷം ഇവരെ ഒന്നിച്ച് ജോലി ചെയ്ത് ഇതിൽ ആരെങ്കിലും മരിച്ചു പോയി, ഇങ്ങനെ എല്ലാവരുടെ മനസ്സിൽ അങ്കലാപ്പാണ്. ആ മരിച്ച ആരാണ്? അപ്പം നേരത്തെ ഒരു അനൗൺസ്മെൻറ്റ് പറഞ്ഞു, മരിച്ച ആൾ ഇന്നടത്തുണ്ട്, അതിൻ്റെ ബോഡി വെച്ചിട്ടുണ്ട്, ഓരോരുത്തർക്കായി പോയി കാണാമെന്ന് പറയുന്നു. അപ്പോൾ ഓരോരുത്തരായിട്ട് പോയി കാണും. അപ്പോൾ ഇവർ ഈ ബോഡി കാണാൻ വേണ്ടി ഭയങ്കര ആകാംക്ഷയോടെ ഇത് ആരായിരിക്കും എന്നുള്ള ചിന്തയാണ്. ഓരോ റൂമിലേക്ക് ഇറങ്ങി ഒരു വലിയൊരു കണ്ണാടിയാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഈ ഇറങ്ങി ചെല്ലുന്ന ആളാണ് അത് കാണുന്നത്. അങ്ങനെ എല്ലാ ആൾക്കാരും അതിനകത്ത് കണ്ടു. അത് കഴിഞ്ഞ് മാനേജ്മെൻറ്റ് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ കമ്പനിയെ പുരോഗതിക്ക് തടസ്സം നിന്നത്, ഈ കമ്പനിയുടെ പുരോഗതിക്ക് ഉന്നതിക്ക് തടസ്സം നിന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങളുടെ ജോലി നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ നിർവഹിക്കാഞ്ഞതിൻ്റെ പേരിലാണ് ഈ കമ്പനി ഇങ്ങനെ തകർന്നു പോകേണ്ടി വന്നത്. ഇനി അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ കർമ്മം നല്ല രീതിയിൽ ചെയ്യുക, കമ്പനിയെ പുരോഗതിയിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞ് അവർ ആ കമ്പനിയെ ഏറ്റെടുത്ത് നല്ല രീതിയിൽ നടത്തി എന്ന് പറഞ്ഞ പോലെ നമ്മൾ തന്നെയാണ് നമ്മുടെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നത്. നമുക്ക് എന്ത് വന്നാലും അതിനെല്ലാം ഉത്തരവാദി മറ്റൊരാളിൽ ചാരാതെ അതെല്ലാം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഒരു വിഷമങ്ങളും നമ്മളെ തകർക്കത്തില്ല, ഒരു സന്തോഷവും നമ്മളെ അമിതമായി ആഹ്ലാദിപ്പിക്കത്തില്ല. അപ്പം നമ്മൾ അങ്ങനെയൊന്ന് ചിന്തിച്ച് നോക്കുക. നമ്മുടെ ലൈഫ് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.